നമുക്കിന്ന് ഏത്തപ്പഴം വെച്ച് ഒരു പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. കോക്കനട്ട് പൗഡർ വെച്ചാണ് നമുക്ക് ഇന്ന് വളരെ വേഗത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പി. നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മി അതിൻ്റെ പാലൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണല്ലോ എടുക്കുന്നത്. ഇന്ന് വളരെ വേഗത്തിൽ നമുക്കിന്നൊരു പഴം പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ നെയ്യിട്ടു, അത് നെയ്ക്കാനിട്ട് ഇതിൻ്റെ ചാനലൊക്കെ കാണുന്നതായിരിക്കുമല്ലോ. അതിനുശേഷം ഞാൻ കപ്പലണ്ടിയും മുന്തിരിങ്ങയും ഞാൻ വറുക്കാൻ ഇടുവാണ്. പൊട്ടിച്ച് തന്നെ ഇടുവാണ്. അത് ഞാൻ വറുത്ത് ഞാനതെടുത്ത് വെച്ചിരിക്കുവാണ്. ഇതേപോലെ ഇനി നമ്മുടെ ഏത്തപ്പഴം ഇങ്ങനെ ഞാൻ 2 ഏത്തപ്പഴവും ഞാനിങ്ങനെ നടുവ് കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുവാണ്. ഇതേപോലെ നടുവ് കൂടെ കീറി ഈ വലിപ്പത്തിൽ എടുത്ത് വെക്കണം. ഇത് ഞാൻ ആ നെയ്ക്കകത്ത് തന്നെ കിടന്ന് വഴറ്റാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. ഒന്നുകൂടെ ഇളക്കുന്നു. അപ്പോൾ ഈ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട്. നമ്മളെന്താ ചെയ്യുന്നതെന്നറിയാം. ഇതിൽ ഈ തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒരു പകുതിയോളം തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഞാൻ പൊടിച്ചു. തേങ്ങാപ്പാലിൻ്റെ പൗഡർ നന്നായിട്ട് കട്ടയൊക്കെ ഇല്ലാതെ ഞാനിത് മിക്സ് ചെയ്തു. അതിനുശേഷം ഇത് തിളപ്പിച്ചരച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ചെറു ചൂടോടെ, എന്നാലും നമ്മുടെ കോക്കനട്ട് മിൽക്ക് അലിയത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചരച്ച വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നു. 1 സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ചേർത്താൽ മതി. 2 സ്പൂൺ പഞ്ചസാര ഇടുന്നു. അതുപോലെ തന്നെ ശകലം ചൗരി ഹാഫ് ഇടുന്നു. അത് അതിനകത്ത് കിടന്ന് വെന്തോളും. വേണ്ടിയൊരിട്ടാൽ മതി. ഇച്ചിരി വേവാനായിട്ട് ഞാൻ ടൈം കൊടുക്കുന്നു. പെട്ടെന്ന് ഏത്തപ്പഴം വേവും. ഇനി നമുക്കൊന്ന് നോക്കാം. ഏകദേശമൊക്കെ ഒന്നായിട്ടുണ്ട്. അതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യമുള്ളത് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിവിടെ കിടന്ന് വേവും. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാനെടുത്ത് മിക്സിയിലേക്ക് അടിക്കാനായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിക്കാൻ എടുക്കുവാണ്. ഞാനത് മിക്സിയിൽ നിന്ന് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇതാക്കണം. കട്ടയൊക്കെ മാറ്റിയെടുക്കണം. നിങ്ങളെൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം.
നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ക്രീമി പരുവമായ കണ്ട് ഇതേപോലെ ആവും പായസം. ഇതിനകത്ത് കിടന്ന് കുറച്ചുകൂടെ ഒന്ന് ഇതാകാനുണ്ട്. പഞ്ചസാരയൊക്കെ ഉണ്ടോ എന്ന് മധുരം ഉണ്ടോ എന്ന് നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ശകലം കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിലൊന്ന് പറയണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെക്കേഷനും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിലായിരുന്നു. വളരെ ക്രീമിയായിട്ട് നല്ല മധുരത്തോടുകൂടി, നല്ല മധുരം തന്നെ ആവശ്യത്തിനുള്ള മധുരത്തോടു കൂടിയുള്ള നല്ല പഴം പായസം, ഏത്തപ്പഴം പായസം റെഡിയായിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടിലുണ്ടാക്കണം. എല്ലാവർക്കും എൻ്റെ